ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഡൽഹിയിലെ കുറച്ച് ലോക്കൽ കാഴ്ചകൾ, അത് ഏത് സ്ഥലത്തും കുറച്ച് ലോക്കൽ കാഴ്ചകളുണ്ടല്ലോ, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇപ്പോൾ സമയം രാത്രി 7:30 മണി. ഡൽഹിയിലെ താമസിക്കുന്ന ആ ഭാഗത്തെ ഒരു ഗല്ലിയിലെ കാഴ്ചയാണിത്. ഇത് പാലക്കിൻ്റെ ഇലയാണ് ഈ കാണുന്നത്. വീട്ടില് പെണ്ണുങ്ങൾക്ക് പാലക്ക് അരിയണ്ട, ഇദ്ദേഹം തന്നെ അരിഞ്ഞു കൊടുത്ത് സാധനം കിട്ടും. കിലോ കിട്ടുന്ന 50 രൂപ കിലോ. ഈ ഡൽഹിയിലെ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് ചെറിയ ചെറിയ റോഡുകളുണ്ട്, അവിടെയാണ് ഈ താമസക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ അവിടുത്തെ ഇതും മറ്റേ ബംഗാളികളാണ്, അവരിങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ഉന്തുവണ്ടിയിലാണ് ഈ കച്ചവടം ചെയ്യുന്നത്. ഇതൊരു റോട്ടിൽ ചൂടുള്ള പാൽ വെക്കുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നായ്ക്ക് പാൽ കൊടുക്കുകയാണ് ഇദ്ദേഹം, പുള്ളിക്കാരൻ കുടിക്കുകയാണ്. അതിനുള്ളൊരു പാത്രമാണ് ഈ കാണുന്നത്. ആ ചെറിയൊരു പാത്രത്തിൽ പാൽ കണ്ടില്ലേ. ഇതിങ്ങനെ പാലിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ചുറ്റുപാടിങ്ങനെ മൺഗ്ലാസ്സിലാണ് ആളുകൾ കുടിക്കുന്നത് പാല്. ഇത് കടൻ്റെ പുറത്താണ് ഈ പാല് തിളപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ കൂടി സ്വീറ്റും ഉണ്ട്, നമ്മളെ ക്യാരറ്റ് ഹൽവ മോഡലിൽ കുറച്ച് മധുരമുള്ളത്, അതും പാലും രണ്ടും കൂടിയാണ് കഴിക്കുന്നത്. ഇത് റോഡ് സൈഡിൽ ഒരു ടൈലറാണ്ടല്ലേ, അദ്ദേഹം ഈ പാച്ച് വർക്കും അല്ലാത്ത വർക്കും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ ഈ ഇങ്ങനത്തെ ഗല്ലിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ജനങ്ങൾ തിങ്ങിത്ത പാർക്കുന്ന ഏരിയയാണ് ഈ ഭാഗത്ത്. റോട്ടിൽ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഫ്രൂട്ടിൻ്റെ ബിയറാണ്, അത് നോൺ ആൽക്കഹോളിക് ബിയർ. ഇത് തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന കടയാണ്. അതിൻ്റെ ഉള്ളിൽ കസ്റ്റമർ വന്ന സമയത്ത് കോഴിനെ ചുട്ടതൊന്ന് ചൂടാക്കണം അദ്ദേഹം. രണ്ടും ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് എണ്ണയെ ഒറ്റിച്ചെടുക്കുന്നതിന് അതിൻ്റെ മുകളിൽ തന്തൂരി റൊട്ടി ചുടുന്നുണ്ട്. ആ കൂട്ടത്തിൽ കൂടി കസ്റ്റമർക്ക് ചൂടുള്ള തന്തൂരി ചിക്കൻ അതും കൊടുക്കുന്നുണ്ട്. ഇതിവിടുത്തെ പാത്രം കൈകളിൽ സംഭവമാണ്, കണ്ടില്ലേ. അത്രക്കും ക്ലീനാണ് ഇവിടെ, അത്രക്കും ഹൈജീൻ പരിപാടിയാണ്. ഇങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് റോട്ടിലെ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു ഭക്ഷണമാണ് ഈ കാണുന്നത്. ഇത് തണുപ്പായിട്ട് റോഡിലിങ്ങനെ കരിയിട്ടിട്ട് ചൂട് പിടിപ്പിക്കുകയാണ് ആളുകൾ. ഇത് സ്ട്രീറ്റിൽ തന്നെ ഒരു ഓംലേറ്റ് അടിക്കുകയാണ്. അത് ഓംലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ഓംലേറ്റ്. അപ്പോൾ അതുണ്ടാക്കുന്നത് നമുക്കങ്ങനെ കാണാം.
ഈ ഡൽഹി നിവാസികൾ രാവിലെ എണീച്ച ഉടനെ തന്നെ ഈ കട്ടത്തൈര് ഇങ്ങനെ കുടിക്കും. മധുരട്ടിട്ടും മധുരമില്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ മൺഗ്ലാസ്സിലങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുവരെ ശീലമാണ് രാവിലെ ഇങ്ങനത്തെ കഴിക്കുക എന്നുള്ളത്, കുടിക്കുക എന്നുള്ളത്, ഈ ചായ കുടിക്കുന്ന പോലെ അങ്ങനെ നിറച്ച് വെക്കുകയാണ് കടൻ്റെ മുന്നിൽ. ഡൽഹിയിലെ വലിയ ഹോസ്പിറ്റലാണല്ലോ എയിംസ്, അത് നിൽക്കുന്ന ഭാഗമാണ് ഈ ഭാഗം. ഇത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഷോറൂമാണ് ഈ കാണുന്നത്. ഇത് രാമകൃഷ്ണ മിഷൻ, RK മിഷൻ. ഇതിൻ്റെ അടുത്തൊരു മെട്രോ സ്റ്റേഷനുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. ആ കാണുന്ന മെട്രോ സ്റ്റേഷൻ. ഈ തെരുവോര കച്ചവടക്കാരെ പോലെ തെരുവോരത്തിൽ ഓരോ കച്ചവടക്കാരുണ്ടാവില്ല സ്ഥിരമായിട്ട്, അതേപോലെ ഇത് വെറും തെരുവോരത്തുള്ള ഭക്ഷണത്തിൻ്റെ ഏരിയയാണ്. കരോൾ ബാഗിലുള്ളതാണിത്. കരോൾ ബാഗ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ. രണ്ട് ഭാഗവും കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡ്. ഇങ്ങനെ അതൊക്കെ ടെമ്പററി, രാത്രി കഴിഞ്ഞാൽ നിൽക്കും. അത് കടയല്ല, പുറത്ത് ഉന്തുവണ്ടിയിലാണ് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ്. രണ്ട് സൈഡിലും ഈ സ്ഥിരമായിട്ട് ഉള്ളതാണ് ഈ കരോൾ ബാഗിലുള്ള ഭാഗമാണിത്. ഡൽഹിയിൽ കരിക്ക് ഭയങ്കര ചിലവാണ്. കാരണം ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ, തന്തൂരി റൊട്ടി ഉണ്ടാക്കാൻ, അതിനൊക്കെയുള്ള കടയാണ് ഇത്. അത് മാത്രം, കരി മാത്രം വെക്കുന്ന കടയാണ് ഇത്. 1 കിലോന് 50 രൂപയാണ് ഈ ഒരു കരിക്ക് ചാർജ്. ഇവിടെ ഭയങ്കര കച്ചവടമാണ്. വിറകും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ. ഇത് റോഡ് വെക്കിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം അവന് ചൂട് കായനുണ്ട്, തണുപ്പാണ് ഇപ്പോൾ സമയം. 2:30 മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കയ്യുമ്മൽ. ലേഡീസാണ് ഇടുന്ന, പുരുഷനാണ്. ഇതൊരു പെണ്ണ് ഇട്ടിട്ട് അവിടെ നിൽക്കുകയാണ്, ഉണങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒപ്പം ചൂട് കൊള്ളുന്നുണ്ട്. ഇത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് 1-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടെ ഒരു പെഹർഗഞ്ച് ഉണ്ട്. അവിടുത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ഇത് പള്ളീൻ്റെ പുറത്തേക്കുള്ള അംഗശുദ്ധി വരുത്തുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം. ഇതതിൻ്റെ ഓപ്പൺ ഏരിയയാണ്. പുറത്ത് ആകാശം. ഡൽഹിയിലെ പള്ളിയാണ്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വലിയ സ്റ്റേഷനാണ്. അതേപോലെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് മെയിനായിട്ട് 2 സ്റ്റേഷന്. സ്റ്റേഷനിൽ നിന്ന് എന്നെ കണ്ട സമയത്ത് എൻ്റെ ഒപ്പം ഒന്ന് സെൽഫി എടുക്കണം എന്ന് പറഞ്ഞ ഒരു ഇന്ത്യക്കാരനാണ് പുള്ളിക്കാരന്. റെയിൽ പാളയത്തിനോട് ചേർന്നിട്ട് ഇങ്ങനെ ടെൻറ്റിട്ട് താമസിക്കുകയാണ്. ഡൽഹിയിലെ ഒരു കാഴ്ചയാണിത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ താമസിക്കുന്നവരുണ്ട്, പാവങ്ങൾ. തണുപ്പ് കാലത്ത് ഇതൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ അങ്ങനെ ഈ ഒരു ഷീറ്റിൽ ഒരു ടെൻ്റ് ഇട്ടിട്ട് താമസിക്കുകയാണ്. റെയിലിൻ്റെ പരിസരത്താണിത്. ഇത് 2nd ക്ലാസ് ട്രെയിനാണ്. അതിൻ്റെ സീറ്റിംഗ് ഇങ്ങനെയാണ്. താഴത്തൊരു ഇത്, പിന്നെ അതിൻ്റെ മുകളിൽ ഒന്ന്, പിന്നെ മറ്റേ ഭാഗത്ത് 2 ആ ഭാഗമൊക്കെ കർട്ടനായിട്ടുണ്ട്. ഇതും കർട്ടനാണ്. ഈ
തേർഡ് എ സിയിൽ പിന്നെ യാത്ര ചെയ്യുന്നതിനെക്കാട്ടും ഒരു ബുദ്ധിമുട്ടാണ് സെക്കൻഡ് എ സിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. തേർഡ് എ സിയാണ് കുറച്ചുകൂടി സുഖം. ഇത് സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ബോർഡിൽ എഴുതിയിരുന്നു, ഇപ്പോൾ ഒക്കെ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം അയക്കുന്നത്. ട്രെയിനിൻ്റെ ബോഗി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.